സംസ്ഥാനത്ത് വൈദ്യുത ഉപയോഗത്തിൽ നേരിയ കുറവ് എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 117 ദശലക്ഷം യൂണിറ്റാണ്. 5878 മെഗാവാട്ടാണ് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, എന്തുകൊണ്ടാണ് ഈ ചെറിയ കുറവ് എന്നതാണ് വിശദീകരണം, വിവരങ്ങൾ? അനുജ, അത് പേരിന് മാത്രമേ ഉള്ളൂ ആ കുറവ്. അതായത് 1 ദശലക്ഷം യൂണിറ്റിന്റെ കുറവ് പേരിന് മാത്രമാണുള്ളത്. അതായത് തൊട്ട് മുമ്പത്തെ ദിവസം, തിങ്കളാഴ്ച ദിവസം സർവ്വകാല റെക്കോർഡായിരുന്നു വൈദ്യുതി ഉപയോഗത്തിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. അത് 118 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. ആ തരത്തിൽ മൊത്ത വൈദ്യുതി ഉപയോഗം എന്നോണം തിങ്കളാഴ്ച സർവ്വകാല റെക്കോർഡിലേക്ക് രേഖപ്പെടുത്തിയ കണക്കതാണ്. പക്ഷെ അത് 117 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആ കണക്കുകളുടെ കുറവ് മാത്രമാണ്. പക്ഷെ വൈദ്യുതി ഉപഭോഗം സത്യത്തിൽ അത് ഉയർന്നു തന്നെ തുടരുമെന്നാണ് KCB അറിയിക്കുന്നത്. ചൊവ്വാഴ്ചത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 117 ദശലക്ഷം യൂണിറ്റാണ്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയായിട്ട് 5878 മെഗാവാട്ടുമാണ്. അതായത് പീക്ക് സമയം ഏതാണ്ട് 6000 മെഗാവാട്ടിന് അടുത്തേക്ക് തന്നെ വൈദ്യുതി ആവശ്യകത ഉണ്ട് താനും. ആ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ഈ ചെറിയ കുറവ് ഒരുപക്ഷെ വേനൽമഴ ചിലയിടങ്ങളിൽ ലഭിച്ചതാണ്. ആ ചെറിയ കുറവിൻ്റെ ഉണ്ടാകാനുള്ള കാരണമായി കണക്കാക്കുന്നത്. സംസ്ഥാനത്ത് അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഒന്നുമല്ല എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അത് വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ട്രിപ്പ് ആകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സം മാത്രമാണ്, സാങ്കേതിക പ്രശ്നം മാത്രമാണ്. അത് അപ്പോൾ തന്നെ KCB ഉദ്യോഗസ്ഥർ പരിഹരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാനം പവർ കട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. KCB ആ തരത്തിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അതായത് വേനൽമഴ കാര്യമായി ലഭിക്കുമെന്ന് KCB കണക്ക് കൂട്ടുന്നുണ്ട്. മറ്റൊന്ന്, കേന്ദ്രത്തിൽ നിന്നൊരു 200 മെഗാവാട്ടോളം വൈദ്യുതി സംസ്ഥാനത്ത് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയും KCB വെച്ച് പുലർത്തുന്നുണ്ട്. 1-ാം തീയതിയോ 2-ാം തീയതിക്കോ ശേഷം 3 സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരെ ബന്ധപ്പെടാനും KCB തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ യൂണിറ്റിന് 10 രൂപ നിരക്കിൽ മാത്രമേ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ആ രൂപയ്ക്ക് വൈദ്യുതി ലഭിക്കുന്ന 3 സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരെ KCB കണ്ടെത്തിയിട്ടുണ്ട്. അവരുമായുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത വാരത്തോടു കൂടി ഒരു കരുതൽ എന്നോണം അത്തരത്തിൽ വൈദ്യുതി വാങ്ങാനുള്ള ഒരു തീരുമാനവും KCB എടുത്തേക്കും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.